സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 71. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിക്കരുതേ. നിന്റെ നീതിയാൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ചെവിയങ്കലേക്ക് ചായിച്ച് എന്നെ വിടുവിക്കണമേ. സദാ നേരവും ഞാൻ ഉൾപ്രവേശിപ്പാൻ എനിക്ക് നീ വാസസ്ഥലമായിരിക്കണമേ. നീ എന്നെ രക്ഷിപ്പാൻ കൽപ്പിക്കണമേ. നീ എൻ്റെ സങ്കേത സ്ഥലവും കോട്ടയും ആകുന്നുവല്ലോ. ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും ദോഷിയായ അക്രമിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ കർത്താവേ, നീ എൻ്റെ ശരണമാകുന്നു. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാകുന്നു. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ ഉദരം മുതൽ നീ എൻ്റെ ശരണമാകുന്നു. സദാ നേരവും ഞാൻ നിന്നെ പുകഴ്ത്തും. നീ എൻ്റെ ബലമുള്ള ശരണമാകൊണ്ട് ഞാൻ പലർക്കും അത്ഭുതമായി തീർന്നു. എൻ്റെ വായ് ദിനം പ്രതി നിന്റെ സ്തുതി കൊണ്ടും നിന്റെ ശ്രേഷ്ഠത കൊണ്ടും നിറഞ്ഞിരിക്കും. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. എൻ്റെ ബലം ക്ഷയിക്കുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കരുതേ. എന്തെന്നാൽ എൻ്റെ വൈരികൾ എനിക്ക് വിരോധമായി സംസാരിച്ചു. എൻ്റെ പ്രാണനായി കാത്തിരിക്കുന്നവർ ഒരുമിച്ച് ആലോചന ചെയ്തു. ദൈവം അവനെ ഉപേക്ഷിച്ചു. അവനെ രക്ഷകനില്ലായക കൊണ്ട് അവനെ പിന്തുടർന്ന് പിടിപ്പിൻ എന്ന് അവർ പറഞ്ഞു. ദൈവമേ, എന്നിൽ നിന്ന് ദൂരമായിരിക്കരുതേ. ദൈവമേ, എൻ്റെ സഹായത്തിനായി വേഗം വരണമേ. എൻ്റെ പ്രാണന്റെ വിരോധികൾ ലജ്ജിച്ചു നാണിക്കും. എൻ്റെ ദോഷത്തിന് ആഗ്രഹിക്കുന്നവർ ലജ്ജ ധരിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് നിന്റെ സ്തുതികളെ ആവർത്തിച്ച് പാടും. എൻ്റെ വായ് നിന്റെ നീതിയെയും ദിവസം തോറും നിന്റെ സ്തുതികളെയും അറിയിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കർത്താവിൻ്റെ ശക്തിയോടെ ഉൾപ്രവേശിച്ചു ധനിച്ചിരുന്നു. തൻ്റെ പുണ്യത്തെ ഓർക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ ഇതുവരെയും എൻ്റെ അഭ്യസനം നിന്റെ അത്ഭുതങ്ങളെ അറിയിപ്പാനാകുന്നു. വരുവാനിരിക്കുന്ന തലമുറയോട് നിന്റെ ഭുജത്തെയും നിന്റെ ബലത്തെയും ഞാൻ അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതി അത്യുന്നതമാകുന്നു. ദൈവമേ, നിന്നെ പോലെ വൻകാര്യങ്ങളെ ചെയ്തിട്ടുള്ളവർ ആരാകുന്നു? അധികം ഞെരുക്കുകയും അരിഷ്ടതയും എന്നെ കാണിക്കുകയും വീണ്ടും എന്നെ ജീവിപ്പിക്കുകയും ചെയ്തവൻ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് എന്നെ തിരികെ കരേറ്റും. നീ എൻ്റെ ശ്രേഷ്ഠതയെ വർദ്ധിപ്പിച്ചു വീണ്ടും എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ കിന്നരം കൊണ്ട് നിന്നെ സ്തോത്രം ചെയ്ത് നിന്റെ പുണ്യത്തെ കുറിച്ച് പാടും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ, ഞാൻ കിന്നരത്താൽ നിനക്ക് പാടും. ഞാൻ നിനക്ക് പാടുമ്പോൾ എൻ്റെ ആചരങ്ങളും നീ രക്ഷിച്ചിട്ടുള്ള എൻ്റെ ആത്മാവും നിന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ നാവ് നാൾതോറും നിന്റെ പുണ്യത്തെ ഏറ്റുപറയും. എനിക്ക് ദോഷം ആഗ്രഹിക്കുന്നവർ നാണിച്ച് ലജ്ജിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.